നമ്മുടെ അടീനിയൻ ചെടിയൊക്കെ ഇതുപോലെ ഷെയ്ഡിലേക്ക് മാറ്റി വെച്ചേക്കായിരുന്നു കേട്ടോ. കാരണം കുറച്ച് ദിവസമായിട്ട് നല്ല മഴയായിരുന്നല്ലോ. മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നശിച്ചു പോകുന്ന ഒന്നാണ് കേട്ടോ ഈ അടീനിയ. ഇതിൽ ഒരെണ്ണത്തിൽ ഇതുപോലെ ഇതിന് അരി കിളുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനതിങ്ങനെ നോട്ട് ചെയ്ത് വെച്ചേക്കായിരുന്നു ഇതുപോലെ ഒന്ന് പൊട്ടി വരാൻ വേണ്ടിയിട്ട്. പക്ഷേ കുറച്ച് താമസിച്ചു പോയി. കാരണം ഇതിൻ്റെ അകത്തുനിന്ന് പൊട്ടി ഇത് മൊത്തത്തിൽ ഇങ്ങനെ പറന്നു പോയിട്ടുണ്ടായിരുന്നു. ഇതെനിക്ക് പറ്റിയൊരു അബദ്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് കെട്ടി വെച്ചിരുന്നെങ്കിൽ കുറച്ചൊക്കെ നമുക്കിങ്ങനെ കിട്ടിയേനെ. ഇതിപ്പോൾ ആടിനും സംക്രാന്തിക്കുമാണ് ഇതിൽ അരി ഉണ്ടാകുന്നത്. അത് എൻ്റെ അടിയനത്തിൻ്റെ മാത്രം പ്രശ്നമാണോ എന്ന് എനിക്കറിയത്തില്ല. ഉള്ളിലുണ്ടല്ലോ ഇതുപോലെ അപ്പുപ്പന്താടി പോലെ ഇരിക്കും. ഇത് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ പണ്ടത്തെ ബാർബി ഡോളൊക്കെ ഇല്ലേ, അതിൻ്റെ ആ ഒരു മുടി പോലൊക്കെ അതിൻ്റെ ഒരു ടെക്സ്ചറായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഞാൻ അതിൻ്റെ അകത്തുള്ള അരി ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് മാറ്റിയിട്ട് ചുമ്മാ കുറച്ച് കലാപരിപാടികൾ ഇതുപോലെ ഈ അപ്പന്താടി വെച്ചിട്ടൊക്കെ ചെയ്തു. എന്നിട്ട് നമുക്ക് ഇതുപോലെ കിട്ടിട്ടോ. ഞാൻ ഇനി ഇതൊരു പരീക്ഷണത്തിന് വേണ്ടിയിട്ട് ചെറിയൊരു പോട്ടിലേക്ക് ഇത് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. കിളുത്ത് വരുമെന്നുള്ള വിശ്വാസത്തിലാണ് വെച്ച് കൊടുക്കുന്നത്. എന്തായാലും നോക്കാം. ആദ്യത്തെ പോട്ടിൽ അരിയിട്ട് കൊടുത്തപ്പോൾ കുറച്ച് പരിഷ്കാരമൊക്കെ കാണിച്ചെങ്കിൽ രണ്ടാമത് വന്നപ്പോൾ ഓരോന്നായിട്ട് കുത്തിവെക്കാനുള്ള മടിയിൽ ഞാൻ എല്ലാം കൂടെ വിതറിയിട്ടിട്ട് ഇതുപോലെ മണ്ണിട്ട് കൊടുത്തു. എന്തായാലും നമുക്ക് റിസൾട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം ഗൈസ്.